നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന മെട്രിക് എന്ന് പറയുന്നത് മീൻ അബ്സല്യൂട്ട് എററും ആർ സ്ക്വയർ ആണ്. അപ്പൊ ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഹൗ മച്ച് ഓഫ് ദ വാരിയൻസ് ഇൻ ആക്ച്വൽ ചാർജസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ യുവർ മോഡൽ. അതായത് എത്ര വാരിയൻസ്, എത്ര ചേഞ്ചസ്, എത്ര വ്യത്യാസം മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു. ഒരു മോഡലിന് മാക്സിമം വാരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ എത്രത്തോളം വാരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നല്ല മോഡലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ R2 സ്ക്വയർ ഏകദേശം 1 അടുത്താണ് എങ്കിൽ അതിനർത്ഥം മാക്സിമം വാരിയൻസ് അതിന് പറയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആർ സ്ക്വയർ R2 സ്കോർ 0 ആണെങ്കിൽ ഒരു വാരിയൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നർത്ഥം. അതായത് ഡാറ്റയുടെ മീനിന് ഏകദേശം സെയിം ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ ലെസ് ദാൻ 0 മീൻസ് എന്താ പറയുക, ഭയങ്കര സിമ്പിളാണ്. മീൻ പ്രൊഡിക്ഷനേക്കാൾ സിമ്പിളാണ്, അതായത് ഭയങ്കര വേഴ്സ് ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ R2 സ്കോർ എപ്പോഴും 1 അടുത്താണ് പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയാം. ആ മോഡലിന് 100% ഒക്കെ വാരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശരിക്കും എന്താണ് മെഷർ ചെയ്യുന്നത്? പ്രിഡിക്റ്റഡ് വാല്യൂസ് റിഗ്രഷൻ മോഡലിൽ നിന്ന് എത്രത്തോളം വാരിയൻസ് പറയുന്നുണ്ടോ, എത്രത്തോളം മാച്ച് ആവുന്നുണ്ട് ആക്ച്വൽ വാല്യൂസുമായിട്ട്, പ്രിഡിക്റ്റഡ് വാല്യൂസ് എത്രത്തോളം മാച്ച് ആവുന്നുണ്ട് എന്നതിന്റെ വാരിയൻസ് പറയാൻ കഴിയാം. ഓക്കെ, ഇനി മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ആവറേജ് അബ്സല്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രെഡിക്റ്റഡ് ആൻഡ് ആക്ച്വൽ വാല്യൂസ്. ആ ഒരു ആവറേജ് ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഈ മോഡൽ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയുന്നത്. ഇവിടെ R2 സ്കോർ നമുക്ക് ഏകദേശം 97% പറയാനായിട്ട് പറ്റിയിട്ടുണ്ട് വാരിയൻസ്. അപ്പോൾ മീൻസ് ഏകദേശം 1 അടുത്താണ്. ഇത് ബെസ്റ്റ് മോഡലാണ്. ഓക്കെ.